നമ്മൾ ട്രിഗണോമെട്രിയിലെ ഒരു ബേസിക് പ്രോബ്ലം ആണ് ചെയ്യുന്നത് കേട്ടോ. എ ladder 10 meter long reaches a window 8 meter above the ground. The distance of foot of the ladder from the base of the wall is dash meter എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ ladder 10 meter long. ladder എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോണി അല്ലേ. ആ കോണി വിൻഡോൻ്റെ അവിടേക്ക് വെച്ചേക്കുവാണ്. സോ ആ വിൻഡോ ഇതാണ് ചുമരെന്ന് വിചാരിക്കും, അതിലേക്ക് ഒരു ലാഡർ വെച്ചേക്കുവാണ്. അപ്പോൾ ഈ വിൻഡോൻ്റെ അടുത്ത് എത്താനായിട്ട്, വോളിൽ നിന്ന് വിൻഡോയുടെ എത്താനായിട്ട് 8 മീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. 8 മീറ്റർ. ദെൻ 10 മീറ്റർ ആണ് നമ്മുടെ ലാഡറിൻ്റെ നീളം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൂട്ട് ഓഫ് ദ ലാഡർ ഫ്രം ദ ബേസ് ഓഫ് ദ വാൾ, ഇത് തമ്മിലുള്ള അകലം എത്രയാണ് എന്നാണ് ചോദ്യം. അതായത് ഇതിൻ്റെ ബേസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്കൊരു ട്രയാങ്കിളാണ്. ട്രയാങ്കിൾ നമുക്കറിയാം ഇത് വാളും അതുപോലെ തന്നെ ഗ്രൗണ്ടും അല്ലേ, ഇത് തമ്മിലൊരു റൈറ്റ് ആംഗിളാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അങ്ങനെയാണെങ്കിൽ എ ബി സി, ഓക്കെ, എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നമുക്ക് എ ബി എന്ന് പറയുന്നതാണ് ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഈസ് 10 സെൻറ്റിമീറ്റർ. ഇനി എ സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിനെ എക്സ് എന്ന് കൊടുക്കാം, എക്സ് മീറ്റർ കണ്ടുപിടിക്കണമല്ലോ അല്ലേ. ഇനി ബി സി ഈസ് ഈക്വൽ ടു 8 മീറ്റർ എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് വി ക്യാൻ യൂസ് പൈതഗോറസ് തിയറം അല്ലേ. എന്താണ് പൈതഗോറസ് തിയറം? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് അഡ്ജസൻറ്റ് സൈഡ് അല്ലേ, അതിൻ്റെ സ്ക്വയർ. ഇതാണ് പൈതഗോറസ് തിയറം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ, ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 സ്ക്വയർ, എ സി എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ബി സി എന്ന് പറഞ്ഞാൽ 8 സ്ക്വയർ. ഇങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് സ്ക്വയർ നമുക്കിവിടെ നിർത്താം. ദെൻ ഈ 10 സ്ക്വയറിൻ്റെ അടുത്തേക്ക് 8 സ്ക്വയർ വരുമ്പോൾ, ഈ സമത്തിനപ്പുറത്തേക്ക് വരുമ്പോൾ ഇത് പോസിറ്റീവ് എന്നുള്ളത് നെഗറ്റീവായി വരും. 10 സ്ക്വയർ മൈനസ് 8 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 100 മൈനസ് 64 അല്ലേ. 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64 അങ്ങനെയാണെങ്കിൽ 100 മൈനസ് 64 ദാറ്റ് ഈസ് 36. അപ്പോൾ എക്സ് സ്ക്വയറാണ് 36 കിട്ടിയിട്ടുള്ളത്. എക്സ് എന്ന് പറയുന്നത് റൂട്ട് 36 അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ വരുന്നത് 6 ആണ് അല്ലേ. എക്സ് സ്ക്വയർ 36 ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് 36 അങ്ങനെയാണെങ്കിൽ ആൻസർ 6 മീറ്റർ ആണ്. അതായത് നമ്മുടെ ലാഡറും അതുപോലെ തന്നെ നമ്മുടെ ചുമരും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്.